വേണ്ട, ഉണർത്തണ്ട. കൈ മുറിക്കണമെന്ന് പറഞ്ഞപ്പോ ഈശ്വരൻ തോന്നിച്ചത് അങ്ങോട്ട് കൊണ്ടുവരാൻ. കൈ മുറിക്കേ? ഏത് മഹാഭാവിയാടോ പറഞ്ഞത്? താളകലയുടെ പ്രജാപതിക്ക് വജ്രായത് എന്താടോ കയ്യ്? മേഴത്തൂർ രുദ്രധന്വന്തരി കടാക്ഷിച്ചാൽ 21 ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം മാറ്റി 10 നാഴിക നേരം ഈ വീട്ടുമുറ്റത്ത് നിർത്തി തായമ്പക കൊട്ടിച്ചിട്ട് ഈ മഹാത്മാവിനെ ഞാൻ മടക്കി അയക്കും. ബ്രഹ്മദത്ത, ചാർത്ത് എഴുതി തരാം. ഔഷധപ്പരയിൽ കഷായങ്ങൾ എണ്ണയും കുഴമ്പും ഒക്കെ തയ്യാറാവട്ടെ. എല്ലാത്തിനും ബ്രഹ്മദത്തിന്റെ ഒരു ശ്രദ്ധ വേണം. മാനവേദ, തെക്കേ പടിപ്പുര ഒരുങ്ങട്ടെ ഈ പല്ലാവൂരപ്പന്. അഷ്ടദിക്കും കൊട്ടി തകർക്കുന്ന ഈ താണ്ഡവമൂർത്തിക്ക്. എന്താ ദേവനാരായണന്റെ നക്ഷത്രം? വിശാഖം. വിശാഖം. മാനവേദ, സുധർമ്മനോട് പറഞ്ഞ് മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂർ ദേവനാരായണന്റെ പേരില് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം. വിശാഖ നക്ഷത്രത്തില്. സഹായിയായിട്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാ മതി. പല്ലാവൂർ ദേവനാരായണൻ ഒരു രോഗിയായിട്ടല്ല, ഒരു അതിഥിയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കണേ. അതൊക്കെ ഇറക്കി ആ പടിപ്പുരയിലേക്ക് കിടത്തിക്കോളൂ. ഒരു കാര്യം പറഞ്ഞാ തെറ്റാവോന്നൊരു പേടി. പറഞ്ഞോളൂ. എനിക്കും തിരുമേനിയെ പോലെ ഒരു വലിയ വൈദ്യരാകണം. മുന്നിൽ വന്നിരിക്കുന്ന രോഗികളെയൊക്കെ ചികിത്സിച്ച് രോഗം മാറ്റി ഒരു ദിവസമെങ്കിലും എനിക്കൊരു വൈദ്യരാകണം. മാനവേദ, ആയുർവേദം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര, അത് പഠിക്കാൻ വിവേക ബുദ്ധി വേണമല്ലോ. ഈശ്വര സഹായിച്ചിട്ട് അത് തീരില്ലാലോ നിനക്ക്. ശിവ ശിവ, ഇതായിപ്പോ നന്നായ. എന്താ ഉറങ്ങിയില്ലേ? ഉറക്കം വരണില്ല. ശരീരാസകലം നല്ല വേദനയുണ്ട്. ഒരിക്കലും വീഴാത്തതിലല്ല ദേവമഹത്വം, വീഴുമ്പോഴൊക്കെ എഴുന്നേക്കുന്നതില. ഹൃദയം ചൂണ്ടിക്കാണിച്ച വഴിക്ക് എത്രയും കാലം നടന്നിട്ടുണ്ട്. ധർമാധർമ്മ വിചാരം നടത്തിയിട്ടില്ല. അതിന്റെ ശിക്ഷ ഇതാണെങ്കിൽ അനുഭവിക്കന്നെ. കിടന്നോളൂ, പുലർച്ചയ്ക്ക് എഴുന്നേക്കാനുള്ളതാ. കുമാര, എന്തൊരു തേജസ്സാണ് മുഖത്ത്. ആലങ്കോടം പറഞ്ഞത് ശരി തന്നെ. രുദ്രധന്വന്തരി മൂർത്തി തന്നെ. നീ ആ കഥകളടയ്ക്ക് കിടന്നു നോക്കാം. എന്റെ മോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ മുത്ത ഈ സീതാലക്ഷ്മി. ദുഃഖം എന്താന്ന് അറിയാണ്ട ഞാൻ അവളെ വളർത്തിയത്. ദേവനറിയോ, വിദുഷിയാണ് അവള്. സംഗീതം, സാഹിത്യം, നൃത്തം എല്ലാം എന്റെ കുട്ടിക്കറിയാം. എന്തുണ്ടായിട്ടെന്താ ഫലം? ഇടയ്ക്കിടയ്ക്കൊരു വിഭ്രമം, മനസ്സിന്റെ ഒരു താളം തെറ്റല്. അതോടെ എല്ലാം കൈവിട്ടു പോകും. ചികിത്സയൊന്നും അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതയിലും ഇത്ര സങ്കീർണമായ രോഗത്തെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല. തോറ്റുപോടൂ ദേവനാരായണ ഞാൻ അവളുടെ ചിത്തഭ്രമത്തിന്റെ മുന്നിൽ. മഹാനായ അങ്ങ് തോറ്റുപോവേ. ജഗദീശ്വരന്റെ മുന്നില് ഈ ഞാൻ ആര് ദേവനാരായണ? എങ്ങനെയുണ്ട്? ഉറങ്ങി. അസ്യം ചെയ്തോ? നാ സുഖമായിട്ട് ഉറങ്ങട്ടെ. പ്രളയം കഴിഞ്ഞുണരുന്നൊരു പ്രപഞ്ചം പോലെ എല്ലാ ഊർജവും ആവാഹിച്ചായിരിക്കും നാളെ അവൾ ഉണരാൻ പോണത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാനുള്ളതാ. ദേവൻ പോയി കിടന്നോളൂ. കളരി അഭ്യസിച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ല, ശരീരത്തിന്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ചോദിച്ചതാ. ഭഗവതി, ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാം. ദേവനാരായണന്റെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് വരിക. എവിടേക്കാ? ഞാനും കൂടി. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ആയിക്കോട്ടെ. വരിക. അമ്മേ, ഇരിക്കുക. ആദ്യം ഈ ജീർണ വസ്ത്രം അങ്ങോട്ട് അഴിച്ചു മാറ്റാം. താനെന്താണോ വെടികൊണ്ട കഴുകനെ പോലെ നടക്കണേ?
അല്ല അതാരാ അവിടെ നൃത്തം ചെയ്തേ? കലാമണ്ഡലം പാറക്കുട്ടിയമ്മ. അങ്ങനെ വരട്ടെ, ആ താളം കേട്ടപ്പോഴേ തോന്നി. എന്താ കാണണോ എനിക്ക്? ഏയ് വെറുതെ ചോദിച്ചു. ഇവിടെ അങ്ങനെ വെറുതെ ഓരോ വീട്ടിത്തരങ്ങൾ ചോദിക്കണ്ട. ചോദിക്കാൻ പാടില്ലല്ലേ? പിന്നെ അത്ര നിർബന്ധാച്ചാ പറയാം. അത് ഇവിടത്തെ കുഞ്ഞാ സീതാലക്ഷ്മി. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ? അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്നലെ ഉന്മാദം, ഇന്ന് നൃത്തം, നാളെ ഹരികഥാ കാലക്ഷേപം. ഓരോ ദിവസവും ഓരോ പ്രകൃത. ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകീഴായി നിന്നും തന്നെ ഇങ്ങോട്ട് വിചാരിക്കുക. നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം. ഇതങ്ങോട്ട് സേവിക്കില്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളെ കഷായം സേവിക്കണോ? തനിക്കല്ലടോ ശുംഭ, ദേവനാരായണന് എവിടുന്ന് കിട്ടിയ ആ മഹാമനുഷ്യൻ ഇങ്ങനെ ഒരു വിദ്യയെ? അതെങ്ങനെയാ തിരുമേനി? ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിധി ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ? അതുപോലെ തന്നെ. ഭരണമുനി മനസ്സിൽ കണ്ടത് സീതാലക്ഷ്മി മുദ്രയിൽ ആവാഹിക്ക. ലക്ഷണശാസ്ത്രം ഇത്ര വിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ ശിഷ്യഗണത്തിൽ ഇല്ല. ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല ഓപ്പോളെ, ഇത് ആദ്യമായിട്ടാണോ ഞാൻ? വയ്യാണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുള്ള വിചാരം ഇല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുമ്പോഴാ എനിക്ക് വയ്യായിട്ട് തോന്നാ. എന്തെങ്കിലും നോക്കണേ. മേഴത്തൂർ ഭഗവതിയെ നോക്കിക്കാണായിരുന്നു. ചോദിച്ചോളൂ, എന്ത് വരാ വേണ്ടത്? ഇന്നലെ ഉറങ്ങി തുള്ളുമ്പോ ചോദിക്കായിരുന്നില്ലേ? ആ രൗദ്രഭാവം കണ്ടപ്പോ പേടിച്ചു പോയി. സമയാവട്ടെ, വരം ചോദിച്ചു വാങ്ങും ഞാൻ. പാരമ്പര്യമായിട്ട് മേഴത്തൂർ മഠത്തിനൊരു സൽപ്പേരുണ്ട്. അത് പോരെ ബ്രഹ്മണട്ട. പോരാഞ്ഞിട്ടല്ല വല്ല മാമേ. ഹരി ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ ഹരി ആള് നിന്റെ അളിയനൊക്കെ തന്നെയാ, പക്ഷെ അവൻ വട്ട. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ബ്രഹ്മദത്തൻ ചില പ്രോജക്ടുകളെ കുറിച്ച് പറയായിരുന്നു. ഈ സായിപ്പന്മാരെ ചാടി വീഴുന്ന പരിപാടികളത്രേ. അയ്യോ, സായിപ്പന്മാരെ ചാടിക്ക, വീഴ്ത്തുക, പിന്നെ ചികിത്സിക്ക, അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ ഏട്ടാ? പൊടി പൊടി പൊടി. മുത്തശ്ശ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ എന്റെ പരാക്രമം? ആരെങ്കിലും ഉപദ്രവിച്ചോ ഞാൻ? എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ല. കണ്ടോ നീ ഒരു ഒറ്റക്കൊമ്പന് തെക്കേ പഠിപ്പുരയിലെ? ഓപ്പോൾ പറഞ്ഞു. പരിചയപ്പെടണ്ടേ നിനക്ക്? വഴിന്ന് മാറുക. പ്രാതലായിരിക്കും അല്ലേ? അല്ല, നല്ല പാലട പ്രഥമനാ. എന്താ കഴിക്കില്ലേ? ഇത് ദേവനാരായണുള്ളതാ. ആ അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക. അതിഥികളെ അപമാനിക്കരുത് തിരുമേനി. ദേവേട്ടന്റെ അത്രയ്ക്കില്ലെങ്കിലും ഞാനൊരു കലാകാരനാ. കലാകാരന്മാരെ തീറ്റിപ്പോറ്റാൻ ഇതെന്താ സ്വാതിരുന്നാളുടെ കൊട്ടാര? അവിടെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും തിരുമേനി? താൻ എന്നെ പരിഹസിക്കുക? ഏയ്, ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ. അത് തന്റെ ഗുരുത്വം. ഇത് അകത്തോട്ട് കൊണ്ട് കൊടുക്കുക. അദ്ദേഹം ഉറങ്ങാണ്, ഉണരുമ്പോ കൊടുത്തോളാം. ആര് നക്കരുത്. ഓ എന്ന്. നല്ല ഉറക്കാണല്ലോ. വിളിച്ചാലോ? വേണ്ട, വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല. പൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പൊലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് പൊറുതിയാക്കിയാലും തോന്നുക ഇതൊക്കെ കാണുമ്പോ. കുഴമ്പ് തേച്ചുള്ള കുളി, നെയ്യിട്ട കുത്തിരിക്കഞ്ഞി, ഉപ്പിലിട്ട മാങ്ങ. രണ്ട് കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ. ഒന്ന് എന്റെ അമ്മിണി, രണ്ട് ഇത്തിരി മീൻകറി. ഒരു ലേശം കോഴിയിറച്ചും കൂടി ആയാലോ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതാരാ ചോദിച്ചത്? മഠമല്ലേ? അശരീരിയാവും. അശരീരല്ല, ഞാനാ ചോദിച്ചേ. വല്ലാതെ വിശന്നോണ്ട് എടുക്കട്ടെ ദേവേട്ടന്.
വിശപ്പില്ല, നീ കഴിച്ചോളൂ. പല്ലാവൂർ ദേവനാരായണൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. മദ്യപാനി, തെമ്മാടി, സ്ത്രീലമ്പടൻ. ഇടം കൈ ശുദ്ധിയില്ലാത്ത, സാത്വിക ഭാവമില്ലാത്ത, സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾക്ക് ആരാണ് ഹേ താളവാദ്യ കലയുടെ കുലപതി എന്ന പട്ടം ചാർത്തി തന്നത്? ലജ്ജയില്ലേ നിങ്ങൾക്ക് ആ പൊയ്ക്കിരീടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ? ക്ഷമിക്ക, പറഞ്ഞതൊക്കെ നാട്ടിലെ അസൂയക്കാരും അച്ഛന്മാരും ഒക്കെ താങ്കളെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളാണ്. ഞാനതെന്തിനിവിടെ ആവർത്തിച്ചെന്ന് ചോദിച്ചാ കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണെന്ന്. ആ വീരരസം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം. മാപ്പാക്കണം. പറഞ്ഞത് നന്നായി. ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ. കേട്ടതാണ് തിരുമേനിയിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം. അതോർത്ത്, ആ ഒരൊറ്റ കാര്യം ഓർത്ത് സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷമിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഈ ഇടതുകൈ മതി നിന്റെ 32 പല്ലും തെറിപ്പിച്ച് ഈ മേഴത്തൂർ മഠത്തിന്റെ മേൽപ്പുര മൂടാൻ. വിരൽത്തുമ്പത്ത് മാത്രമല്ല, നാത്തുമ്പത്തും സരസ്വതി. കുറച്ചു നാളത്തേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ വന്ന് അവതരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി. മനസ്സിലായില്ല. ഇത് കുറെ മനുഷ്യന്മാരാ. അത് മനസ്സിലായി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ മനസ്സിലാത്തെ? ഒരു വൈദ്യരെ കാണാൻ ആളുകൾ വരുന്നത് എന്തിനാണെന്നറിയോ? അതും മനസ്സിലായി. നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാത്തെ? ഇന്ന് ചൊവ്വാഴ്ച. ആരെങ്കിലും പറഞ്ഞോ ഇന്ന് ബുധനാഴ്ചയാണെന്ന്? ടാക്സിയും പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് അറിയണോ? എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കണേ? വ്യാച്ച്മാനായിരിക്കും അല്ലേ? വാച്ച്മാനോ? ശിവ ശിവ, മാനവനെന്ന് കേട്ടിട്ടില്ല. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കണേ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴേ കുമാര, ഇതിനൊന്ന് പിടിച്ച് കെട്ടണം. ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി, നാളെ കടിക്കും. കോരക്കിന് പട്ടി കടിക്കില്ല. അയ്യോ തിരുമേനി, ഇവര് ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണോ? എങ്കിൽ എന്താ ഇത് ആദ്യമേ പറയാതിരുന്നേ? അടുത്ത തവണ വരുമ്പോ ആദ്യം പറയാം. ഏതാ ഈ കുറുന്തോട്ടി? ദുശകുനം. പേടിപ്പിക്കുന്നോ? ദേവേട്ട, വേണ്ട, ഇരുന്നോളൂ. എന്റെ അപ്പോ കരയണ്ടമ്മേ, ഒക്കെ ഭേദമുണ്ട്. നീ പോന്നതിന് ശേഷം ഊണും ഉറക്കവും ഇല്ല ഇവൾക്ക്. സദാസമയം കരച്ചിലും പ്രാർത്ഥനയാ. അമ്മയ്ക്ക് സുഖാണോ? ഇനിയെങ്കിലും തീ വാളുന്ന സ്വഭാവം ഒന്ന് അടക്കി വെക്ക്. നീ അനുഭവിച്ചില്ല നീ എല്ലാം. കുടിയും കൂട്ടുകെട്ടും ഒക്കെ 4 നാഴിക നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് ദേവേന്ദ്രൻ വീഴാനും ഒരുപാട് സമയമൊന്നും വേണ്ട, ഈശ്വരൻ വിചാരിച്ചാൽ. ഇവിടെ നിങ്ങൾ എന്റെ കുട്ടിക്ക് ഇല്ല, ഈ ദീനപ്പാഴടുത്ത് നീ ഒന്നും മിണ്ടണില്ല. അച്യുതമാരേ, എവിടെ ഉണ്ടാ പുൽപ്പള്ളി? മിണ്ടരുത്. കർമ്മഫലം കൊടുക്കാൻ നീ ആര്? സർവേശ്വരനോ? പ്രാർത്ഥിച്ചോണ്ട് പറയാ, മറന്നു കളയാ കലിജമ്മത്തെ. കാണേണ്ട ഒന്നും നീ കണ്ടില്ല, കേൾക്കേണ്ടതൊന്നും കേട്ടില്ല. നീ തായമ്പോ കൊട്ടി പൂരപ്പറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിനുള്ളിലെ ദൈവത്തെ തൊഴാൻ മറന്നു. അവിടെയാ പഠിച്ചേ. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഗുരുവായൂരപ്പനാ അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടി തന്നത്. അത് മറക്കരുത് നീ. കിട്ടുന്ന സമയത്തൊക്കെ ഹരേ ഹരേ എന്ന് ജപിക്കുക. കുമാര, ആ
കണ്ണിലൊഴിക്കണം മരുന്നിങ്ങനെ എടുത്തോളൂ. ആരും എന്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഒഴിച്ചേരട്ടെ. വേണ്ട. തിരുമേനെ ഒന്ന് കാണണം. എന്നിട്ട് അധികം വയ്യാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. ആകരുതേ, വരിക. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? 2 ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എന്തിന്? ഈ കാൽക്കലിരുന്ന് നാരായണ നാമം ചൊല്ലാന്. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ.